ഹലോ ഗെയ്സ്, ഇത് വാഴക്കൂമ്പ്. നല്ല രുചികരമായ രീതിയിൽ വാഴക്കൂമ്പ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വാഴക്കൂമ്പ് ഇങ്ങനെ ചെത്തിയെടുക്കാം. ഇങ്ങനെയാണ് ചെത്തിയെടുക്കുന്നത്. ചെറിയ പൊടി പൊടിയായി ചെത്തിയെടുക്കണം. ഇങ്ങനെയാണ് ചെത്തിയെടുക്കുന്നത്. വാഴക്കൂമ്പെല്ലാം ചെത്തിയെടുക്കാം. കൂമ്പ് നന്നായി പൊടി പൊടിയായി ചെത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ നീര് കളയണം. ഇത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട്. അപ്പോൾ അത് ഇത്രയും അതിൻ്റെ കറ കെട്ടി ഇത് കളയണം. ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് അരി ചേർത്ത് കൊടുക്കാം. അരി ഇഷ്ടമില്ലാത്തവർ കടുക് ഇട്ട് കൊടുത്താലും മതി. ഇഷ്ടമുള്ളവർ അരി ചേർത്ത് കൊടുക്കുക. ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചതും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വാഴക്കൂമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടതും കൊണ്ട് ഇത് നോക്കിയിട്ട് ഇട്ടാൽ മതി. നന്നായി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം.